ഹായ് എല്ലാവർക്കും നമസ്കാരം. വീടിൻ്റെ പുതിയൊരു കിട്ടിലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അറിയാമല്ലോ, നമ്മുടെ ഇപ്പം കൊറോണ എന്ന് പറയുന്ന വൈറസൊക്കെ നമുക്ക് വന്ന് ഒരുപാട് ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഭയപ്പെടലല്ല വേണ്ടത്, മുൻകരുതലുകളാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ തമാശകൾ പോലും ചിലപ്പോൾ ഒരുപാട് അപകടത്തിലേക്ക് എത്തിച്ചേക്കും. അതുകൊണ്ട് നിങ്ങളുടെ പിഴവുകളൊന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളായി നമ്മൾ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇപ്പം അവധിയൊക്കെ വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്ന ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. കിട്ടിൽ തന്നെ ഒരു ഫോട്ടോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചെയ്ത് നോക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാലോ, നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ചാമ്പയ്ക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയത്തില്ല. ചാമ്പയ്ക്ക വെച്ച് നമുക്ക് ഒരു കളർഫുൾ ഫോട്ടോ എടുക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉണ്ട്, നല്ല കിടുക്കൻ ചാമ്പയ്ക്ക, നല്ല വലുത് നോക്കി അങ്ങോട്ട് പറിച്ചിട്ടുണ്ട്. അതൊരു ഗ്ലാസിൻ്റെ ഇതിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് വെക്കുക. അത് എടുക്കണം. അതിനുശേഷം നമ്മൾ കണ്ടേ ഉപ്പ്, നമ്മൾ ഉപ്പും കൂട്ടിയല്ലേ ഇതൊക്കെ കഴിക്കുന്നത്. നമ്മൾ ഉപ്പ് എടുക്കുക. പിന്നെ കണ്ടോ വേറെണ്ണം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുളക് പൊടി ഇടാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ചാമ്പയുടെ ഇല, നല്ല കിടുക്കൻ ഇലയൊക്കെ അങ്ങോട്ട് എടുക്കുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഒരു ഇതിൽ വെച്ചാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അത് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയാണ്, നല്ലൊരു ഫോട്ടോയുടെ ഫ്രെയിം കിട്ടാൻ വേണ്ടി നമ്മൾ ബ്ലാക്ക് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റോ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെച്ച് വേണമെങ്കിലും എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഈ ഫോട്ടോ നമ്മൾ എടുക്കുന്നത് ഫോണിനകത്ത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ക്യാമറയ്ക്കകത്ത് വേണമെങ്കിലും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മളിപ്പം ഇവിടെ എടുക്കാൻ പോകുന്നത് ക്യാമറയ്ക്കകത്ത് തന്നെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഓക്കെ ആക്കിയിരിക്കുകയാണ്. നമ്മളൊരു സെറ്റിങ്സിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ളൊരു ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. മുളക് പൊടിയും ആ ഒരു ഉപ്പൊക്കെ വെച്ചേക്കുന്ന ആ ഒരു രീതിയൊക്കെ നമ്മൾ ജസ്റ്റ് മാറ്റും. പിന്നെ ആ ഇലയൊക്കെ നമ്മൾ സൈഡിലൊരു കോർണറിലോട്ടൊക്കെ മാറ്റി വെച്ചേക്കും. പിന്നെ ആ ബൗൾ ഏറ്റവും ടോപ്പിൽ വെക്കുന്നു. പിന്നെ നമ്മളത് പൊട്ടിച്ച് അതിനകത്ത് മുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ ഒരു നല്ല രസമായിട്ട് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. ചിലപ്പോൾ നമ്മളിത് ഫോട്ടോ എടുക്കാൻ നേരം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചൊക്കെ നമ്മളെടുക്കും. അതുകൊണ്ട് അതിൻ്റെ കുരുവൊക്കെ ഉണ്ട് എല്ലാം. അതിൻ്റെ ആ ഒരു ചാമ്പയ്ക്ക എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിനോട് ചേർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം നോക്കുക. നിങ്ങൾക്ക് ഇതൊരു ഒരെണ്ണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മാങ്ങ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. മാങ്ങ, ചക്ക, തേങ്ങ എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിതെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഫോട്ടോ എടുത്ത് നോക്കാം. നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ പൊസിഷനൊക്കെ മാറ്റി നോക്കി. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് പല പൊസിഷനിൽ വെച്ച് എടുത്ത് നോക്കണം. അപ്പം ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് തോന്നുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ 50 mm ബ്ലോക്ക് ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 4.0 നമ്മുടെ അപ്പേച്ചർ എടുത്തിരിക്കുന്നത്. ISO 1600 വരും. ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1250. അപ്പം നിങ്ങളുടെ ലൈറ്റിങ്ങിനനുസരിച്ച് നിങ്ങളിതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഡയറക്ഷനൊക്കെ ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് നമുക്ക് എഡിറ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ചെക്ക് ചെയ്യാം. LJ Photography 007 ഒഫീഷ്യൽ എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ടാഗ് ചെയ്തേക്കുക. അപ്പോൾ അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.